morning, sir. Good morning. चलिया तू चलिया എന്റെ വിവാഹക്കുറിയാണ് സർ. Congratulations. Oh, Tony. ടോണി ഫ്രാൻസിസ്. ആരുമില്ലാത്ത എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരെങ്കിലുമായി സർ. അപ്പൊ ഇതായിരുന്നു ക്രോസ് കണക്ഷൻ അല്ലേ? അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹ വിവാഹത്താൽ നിങ്ങളെ ബന്ധിക്കുകയും സ്വർഗീയ വരങ്ങൾ നൽകി നിങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യുക. ചെയ്യട്ടെ. എന്റെ പൊന്ന് പെമ്പറന്നവരെ, ആകപ്പാടെയുള്ള ഒരു ആദ്യ രാത്രിയാണ്. ഇരുത്തി നശിപ്പിക്കാതെ ഒന്ന് വേഗം വാ. വാ. നിക്ക് 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 ഒന്ന് പറഞ്ഞോട്ടെ, തെറ്റിദ്ധരിക്കരുത്. പ്രേമത്തിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നേരത്തെ കണ്ടറിഞ്ഞ് അടുത്തുപോയ വിവാഹമെങ്കിൽ അബദ്ധമാണ്. ഭർത്താവിന്റെ അടുത്തേക്ക് വരുന്ന വരവ് കണ്ടില്ലേ? ചായക്കടയിൽ പിള്ളേര് ചായയായിട്ട് വരുന്ന പോലെ ഒരു മയമൊക്കെ വേണ്ടേ? ഒന്ന് നോക്കി, ഒന്ന് നാണിച്ച്, ചിരിച്ച്, ആ നടത്തത്തിൽ വരെ ഒരു മറ്റവനുണ്ടെങ്കിലേ ഞങ്ങൾ ആണുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും. നീ ഇവിടെ ഇരിക്കും, ഞാൻ കാണിച്ചു. ഭർത്താവ് ഭാര്യ, അമ്മായിയമ്മ എന്നെ ഇങ്ങോട്ട് തള്ളിവിടും. ഇങ്ങനെ വേണം പ്രഥമ രാത്രി. മനസ്സിലായി? ആ ചെല്ല് ചെല്ല് ചെല്ല്. അങ്ങനെ അങ്ങ് പോയാലോ? ഈ പ്രഥമ രാത്രി നാളെ, അതായത് രണ്ടാം രാത്രി. ആദ്യ രാത്രി ഞാൻ തരാൻ പോകുന്ന സമ്മാനം എന്താണെന്ന് അറിയണ്ടേ? അതല്ല, ഈ ഡ്രോ തുറന്ന് നോക്ക് നോക്ക്. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല. എയർപോർട്ടിൽ പോകുന്നു, പാർട്ട്ണർ പിക്കപ്പ് ചെയ്ത് ഹോട്ടലിലാക്കുന്നു, വുഡ്ലാൻഡ്സിൽ പോകുന്നു, മസാല ദോശ വാങ്ങുന്നു. ഇവിടെ വരെ താനെന്തായി മോഹം വെറുപ്പിച്ച് നിൽക്കുന്നേ? ഓ അത് ശരി, കുട്ടികൾ ഇപ്പൊ വേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. കല്യാണം കഴിഞ്ഞ് 3-ാം മാസം വയറും ഒക്കെ വീർപ്പിച്ച് എനിക്ക് വയറും തള്ളിപ്പിടിച്ചപ്പോ നടപ്പ് കാണുമ്പോഴേ കലിയ. അതൊക്കെ ഒരു 3-4 വർഷം കഴിഞ്ഞായാലേ ഒരു രസമുള്ളൂ. ഞാൻ ഏറ്റന്നേ. ഓ
പെണ്ണേ, ഏയ്, നീ എവിടെയോ? വിവാഹത്തിന് വരാൻ കഴിഞ്ഞില്ലെങ്കിലും നീ എവിടെ ഉണ്ടോ അവിടെ ഞാനും ഉണ്ട്. ആ, അതെ അതെ, നിന്റെ സ്നേഹമൊക്കെ എനിക്കറിയാവടി. എടി, നിന്നോടുള്ള അസൂയ കൊണ്ടാ. ദൈവം പോലൊരു ഭർത്താവ്, സ്വർഗം പോലൊരു ഒരു വീട്, സ്വന്തമെന്ന് പറയാനൊരു ജോലി, പിന്നെ പോസ് കാണിച്ചാലുണ്ടല്ലോ. ആ, പോടി. എങ്കിലും ഉമ്മ വെപ്പിക്കാൻ വേറെ ഒന്നും കണ്ടില്ലല്ലേ? മിസ്റ്റർ ടോണി ഇല്ലേ ഇവിടെ? ഇല്ലല്ലോ, എന്ത് വേണം? മാഡം, ഈ കാണുന്ന ചെടിച്ചട്ടികളെല്ലാം ഞങ്ങളുടെ സൊസൈറ്റിയിൽ നിന്നാണ് വാങ്ങിയത്. ഇതിന്റെ പൈസ ഇതുവരെ തന്നിട്ടില്ല. ടെക്സാസ് എന്ന കമ്പനിയുടെ പേരിലാണ് വാങ്ങിയത്. അന്വേഷണത്തിൽ അങ്ങനെ ഒരു കമ്പനിയേ ഇല്ലെന്നാണ് അറിവ്. ഇതാണ് ബില്ല്. 1500 രൂപയുടെ പ്രശ്നമേ ഉള്ളൂ. അദ്ദേഹം എയർപോർട്ടിൽ പോയിരിക്കാണ്. 12 മണിക്ക് എത്തും. വരുമ്പോ ഞാൻ പറയാം. ഇനി കാത്തിരിക്കുന്ന പ്രശ്നമില്ല. എടാ ഗോപാല, ഇതെല്ലാം എടുത്ത് വാനിലേക്ക് പോയി. പേടിച്ചു പോയോ? ഇല്ല, പേടിച്ചില്ല. ഭൂമി കുലുങ്ങിയാൽ പോലും അനങ്ങരുത്. അതായിരിക്കണം സ്ത്രീകളുടെ. ആ പിന്നെ അടുത്ത ആഴ്ച എനിക്ക് സിംഗപ്പൂർ വരെ ഒന്ന് പോകേണ്ടി വരും. ഒരാഴ്ചത്തേക്ക് എക്സ്പോർട്ട് മാർക്കറ്റ് ഒന്ന് സ്റ്റഡി ചെയ്യാനാ. ആ പോകുന്ന കാര്യം പറഞ്ഞപ്പോഴേ മോഹം അങ്ങ് വാടിയല്ലോ. എന്നാ താനോട് പോലെ ഈ കെയർ ഓഫിൽ നമുക്ക് നമ്മുടെ ഹണിമൂണൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാം. എന്താ?